ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഷോപ്പിംഗ് അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇന്ന് ഇവിടെ വീക്കെൻഡായി, സാറ്റർഡേ സൺഡേ. ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലും ചൂടും സമ്മർ ഇങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഔട്ട്ഡോർ പരിപാടികളൊന്നും ഇനി നടക്കില്ല. കാരണം വിൻ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം മോളിൽ അല്ലെങ്കിൽ ഇൻഡോർ ആക്ടിവിറ്റീസ് ആണ് മെയിനായിട്ട്. അപ്പം ഞങ്ങൾക്ക് ഒന്ന് രണ്ട് ചെറിയ പർച്ചേസുകൾ എൻ്റെ ഭർത്താവിനുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ഞാനും കൂടെ പോയി എന്തെങ്കിലുമൊക്കെ എനിക്കും വാങ്ങിക്കാമെന്ന്. ഓൾറെഡി അത്യാവശ്യം ലേറ്റ് ആയി. എനിക്കൊന്ന് ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആയി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്നലെ രാത്രി ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ടൊരു മൂവി ഡേറ്റിനൊക്കെ പോയി. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമ. കുഴപ്പമുണ്ടായിരുന്നില്ല, കുറച്ച് അത്യാവശ്യം ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഈ റിവ്യൂസൊക്കെ പറയുന്ന പോലെ അത്ര അടിപൊളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷെ കുറേ ചിരിക്കാനും ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്, ഒരു 1 ടൈം വാച്ച് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതിനകത്തിൻ്റെ ബോയ്സ് ഡേ ഔട്ട് ഉണ്ടായിരുന്നു. അവരങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി. ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം ലേറ്റ് ആയിട്ടായിരുന്നു ഇന്നലെ രാത്രി വന്നത് വീട്ടിൽ. അപ്പോൾ അത് കഴിഞ്ഞ് സ്വാഭാവികമായി രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റായി. എന്നിട്ട് വീട്ടിലൊക്കെ വിളിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇനി പുറത്ത് പോകാമെന്ന്, ലഞ്ചൊക്കെ ഇനി പുറത്തുനിന്ന് കഴിക്കാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പോയി റെഡി ആവട്ടെ. എൻ്റെ അച്ഛമ്മ കൊണ്ട് പറയായിരുന്നു ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന്. അതുകൊണ്ട് തന്നെ റെഡി ആവാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാൻ പാടില്ലെന്ന്. ഇന്ന് ആക്ച്വലി ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്ന് ഡീറ്റെയിൽഡൊക്കെ ആയിട്ട് ചെയ്യണം എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ എന്നത്തെയും പോലെ ഞങ്ങളൊരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ സമയത്തിന് ഇറങ്ങുന്ന ഒരു പരിപാടി കുറച്ച് കാലങ്ങളായിട്ട് എനിക്കെന്നല്ല ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഡീറ്റെയിൽഡായിട്ട് ഷൂട്ട് ചെയ്യാനോ കാര്യങ്ങളോ അല്ലെ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒക്കെ ഞാൻ വിട്ടുപോയി. ഞാൻ തിരക്ക് പിടിച്ചിട്ടായിരുന്നു എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നത്. തിരക്കിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തു. ഞാൻ ബെനിഫിറ്റിൻ്റെ ഐബ്രോ പെൻസിലാണ് ഇവിടെ യൂസ് ചെയ്തത്. പിന്നെ മസ്കാര ഇട്ട് കൊടുത്തു. മസ്കാര ആക്ച്വലി എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉറങ്ങിയൊരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മസ്കാര ഇടുമ്പോൾ കുറച്ചും കൂടി കണ്ണൊക്കെ ഒന്ന് തുറന്ന് കുറച്ചൊരു ജീവൻ വെക്കുമല്ലോ മുഖത്തെന്ന് വെച്ചിട്ടായിരുന്നു ഞാൻ മസ്കാര ഇട്ട് കൊടുത്തത്. മസ്കാര ഇടുമ്പോൾ ആക്ച്വലി ലാഷസ് കേൾ ചെയ്തിട്ട് ഇടുമ്പോൾ മസ്കാര കുറച്ചും കൂടി ഭംഗിയായിട്ട് ഇരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ലിപ്സ്റ്റിക് ഇടാതെ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഒരിക്കലും കംപ്ലീറ്റ് ആവില്ലല്ലോ. അപ്പം ഞാനൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൻ്റെ എന്തോ ഒരു ലിപ്സ്റ്റിക്കാണ് ഇതിട്ടത്. ഞാൻ ആക്ച്വലി മറന്നു ഇത് ഏത് ബ്രാൻഡിൻ്റെ ആണെന്ന് എനിക്ക് മറന്നു. കൈ കിട്ടിയ ഏതൊരു ലിപ്സ്റ്റിക്ക് ഞാൻ അപ്പം എടുത്തിട്ടെന്നേ ഉള്ളൂ. എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക ഈ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ഹെയർ സെറ്റ് ചെയ്യാനോ ഒന്നും അറിഞ്ഞുകൂടാ. എനിക്ക് പഠിക്കണം, അതൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കാറില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മുടി അഴിച്ചിടുക ഞാൻ ചെയ്യുന്നത്. പെർഫ്യൂമും കൂടി അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഇവിടെ തീർന്നിരിക്കുന്നു. ഈ പെർഫ്യൂം ആക്ച്വലി വെർസാഷയുടെ എനിക്ക് ആദ്യത്തെ ഗിഫ്റ്റ് ചെയ്തതാണ്. ആനിവേഴ്സറിയോ വാലന്റൈൻസ് ഡേയോ അങ്ങനെ എന്തോ പരിപാടിക്ക് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണിത്. നല്ല പെർഫ്യൂമാണ്, നല്ല സ്മെല്ലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഷോപ്പിംഗ് മോളിൽ ചെറിയ ഷോപ്പിംഗ് പരിപാടിക്ക് പോകുന്നത് കൊണ്ട് തന്നെ കാര്യമായ ഒരുക്കങ്ങളൊന്നും ഇതിനാവശ്യമില്ല. ഇത് ആക്ച്വലി ഞാൻ മാക്സൊന്നും സെൻറ്റർ പോയിൻ്റൊന്നും അങ്ങനെയൊക്കെ വാങ്ങിയതാന്ന് തോന്നുന്നു. കുറച്ചധികം കാലം മുന്നേ വാങ്ങിയതാണ്. പക്ഷെ ഇതുവരെ ഞാനിത് ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇന്നാണ് ഇതിന് പുറം ലോകം കാണാനുള്ളൊരു സുദിനം ഇന്നാണ് ഉണ്ടായത്. അപ്പോൾ ഇനി ആദ്യത്തെ ആക്ച്വലി ഒരുങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. നമുക്ക് ആദ്യത്തിനെ ഒരുക്കി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പോവാം. എനിക്ക് അത്യാവശ്യം ചെറുതായിട്ട് വിശക്കാനും തുടങ്ങിയിട്ടുണ്ട്. വേഗം പോകാം. ഇവിടെ ഒരാൾ ഡീമൺ സ്ലെയറിൻ്റെ കുത്തിയിരിപ്പിലാണ്. ഇതെത്ര കണ്ടു കഴിഞ്ഞാലും മതിയാവാത്തൊരവസ്ഥയാണ്. ഇവിടെ കൊക്കോന് വരെ ബോറടിച്ചിട്ട് കരയും അതൊന്ന് നിർത്താൻ വേണ്ടിയിട്ട്. മതി ബാബാ, സമയം ഓൾറെഡി 12 വരെ. എണീക്ക് മതി, ലേറ്റ് ആയോ ഓൾറെഡി. പ്ലീസ് എണീക്ക് ബാബാ. ആദ്യത്തിൻ്റെ മാത്രം ടാലൻ്റ് ആണോ അതോ ബോയ്സ് പൊതുവേ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെക്കാളും അവസാനം റെഡിയാവാൻ പോയ ആളാണ് ആദ്യത്ത്. പക്ഷേ ആളുടെ റെഡിയാവൽ 10 മിനിറ്റ് പോലും എടുത്തില്ല. ഒരു ബ്ലാക്ക് ഷോർട്ട്സും ഒരു ടീഷർട്ടും ഉണ്ടെങ്കിൽ ആൾക്ക് എവിടെ വേണമെങ്കിലും പോവാം. അത് എത്ര അടിപൊളി പരിപാടിയാണെങ്കിലും ഒരു ഷോർട്ട്സും ടീഷർട്ടും മാത്രമേ ആദ്യത്തിന് വേണ്ടൂ. അപ്പം അങ്ങനെ റെഡിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മുടി പ്രത്യേകിച്ചിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ഗ്രീസി. അപ്പം ഞാൻ വെച്ചു പോണിറ്റെയിൽ കെട്ടി അതങ്ങ് കവറപ്പ് ചെയ്യാമെന്ന്. ഏതൊരു പെൺകുട്ടിയുടെയും ലൈഫ് സേവർ സിറ്റുവേഷൻ ആണല്ലോ ഒരു പോണിറ്റെയിൽ. അങ്ങനെ എല്ലാം കഴിഞ്ഞു.
പെറ്റ്സ് വീട്ടിലുള്ളവർക്കറിയാം ഈ ചെയ്യുന്ന കലാപരിപാടി എന്താണെന്ന്. അത് കൊക്കോനും നന്നായിട്ടറിയാം ഈ ചെയ്യുന്ന എന്തിനാന്ന്. അവനതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളെ ചെയ്യിക്കാൻ വലിയ താല്പര്യവുമില്ല. എവിടേക്കെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഡ്രസ്സസിലൊക്കെ ഇവരുടെ ഹെയർസ് അവിടെ ഇവിടെയും പറ്റി പിടിച്ചിട്ടുണ്ടാകും. ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ 2 പൂച്ചയുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ഹെയർസ് ഉണ്ടാകും നമ്മുടെ ഫേർണിച്ചേഴ്സിലൊക്കെ. അപ്പോൾ അവിടെ എവിടെയൊക്കെ തട്ടിക്ക് തടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സസിലൊക്കെ ഇതാവും. അതുകൊണ്ട് തന്നെ പുറത്ത് പോകുമ്പോൾ ഈ റോളർ വെച്ചിട്ട് ഇത് റബ്ബ് ചെയ്യുമ്പം ആ ഹെയർസൊക്കെ നമ്മുടെ ഡ്രസ്സിൽ നിന്ന് പുറത്ത് പോയി കുറച്ച് നീറ്റായിട്ടുണ്ടാവും കാണാൻ. സാഷ ബേബിക്ക് പിന്നെ കൊക്കോൻ്റെ അത്ര ഹൈപ്പർ ആക്റ്റീവ് അല്ല, തന്നെ ഒരു മൂലയ്ക്ക് അതങ്ങ് ഒതുങ്ങിക്കൂടി നിന്നോളും. എവിടെ പുറത്ത് പോയി കഴിഞ്ഞാലും ഈ ലിഫ്റ്റിൽ നോക്കി 2 ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഫോട്ടോയ്ക്ക് വരെ നമ്മളെ വീഡിയോ എടുക്കുന്നത്. ഉച്ച സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പോലെ വെയിലും ചൂടും ഉണ്ടായിരുന്നു. നമ്മൾ ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ചൂടിൻ്റെ ഫീലിംഗ് നല്ല പോലെ കിട്ടുന്നുണ്ടായിരുന്നു. അതിന് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഒരേ ഒരു ആൻസർ ആയിരിക്കും സൂപ്പർ കാർസും സൂപ്പർ ബൈക്സും. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പുതിയ കാറ് വാങ്ങുമ്പം ഏത് കാറ് വാങ്ങണം എന്നുള്ളൊരു ഐഡിയ ഒക്കെ ആളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഒരുപാട് ഓപ്ഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബഡ്ജറ്റിൽ വരുന്നത്, നമുക്ക് എന്താ പറയുക ഫീച്ചേഴ്സ് വെച്ച് ഇഷ്ടപ്പെടുന്നത്, നമുക്കെന്ന് പറയാൻ പറ്റില്ല, മെയിനായിട്ട് ആദ്യത്തിന്. അങ്ങനെ അവസാനം ഞങ്ങളുടെ കയ്യിൽ വന്നത് ഞങ്ങളുടെ ഈ വെള്ള സൂപ്പർക്കുട്ടനാണ്. ഈ വണ്ടിയുടെ പാസഞ്ചർ സീറ്റിലല്ലാതെ ഡ്രൈവർ സീറ്റിലിരുന്ന് ഈ വണ്ടി ഒന്ന് ഓടിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല. ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇവിടെ ദുബായിലുള്ള ഇബിൻ ബത്തൂത്ത മോളിലാണ്. അപ്പോൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോവുമായിരുന്നു. ഞങ്ങൾ മിനിമം ഒരു 12:30 ഇറങ്ങണം എന്ന് വിചാരിച്ചു. പക്ഷേ ഒരുങ്ങലും പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും 1 മണിയായി. ഈ സ്പെക്സ് അല്ല, ഈ ഷെയ്ഡ്സ് ആക്ച്വലി എൻ്റെ മുഖത്തിന് ഭയങ്കര ഓവറാണെന്നാണ് മിസ്റ്റർ ആദിത്യ സജീവിൻ്റെ അഭിപ്രായം. അതിൽ ഞാനും യോജിക്കുന്നു. പക്ഷേ എനിക്ക് ആക്ച്വലി കുറച്ചും കൂടി വലിയ സ്പെക്സ്, വലിയ ഷെയ്ഡ്സ് ഒക്കെ എൻ്റെ ഫേസിന് എനിക്ക് കാണുമ്പോൾ ഇഷ്ടമുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി വലിയ ഷെയ്ഡ്സ് ഒക്കെ നോക്കിയിട്ട് എടുക്കും. ഈ ഷെയ്ഡ്സിൻ്റെ പിന്നിലും അങ്ങനെ ഒരു വലിയൊരു കഥയുണ്ട്. ആയതിനാൽ ആനിവേഴ്സറിക്ക് വാങ്ങി തന്ന ഷെയ്ഡ്സ് 7 days റീപ്ലേസ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ അന്ന് തന്നെ നമ്മൾ എവിടുന്ന് വാങ്ങിയത് റിവോളിയിൽ കൊണ്ടുപോയിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്യിപ്പിച്ചു. ബിക്കോസ് എന്താ പറഞ്ഞത്, എന്റെ സെലക്ഷൻ പോരാ. ഇനി അവിടെ വാങ്ങി തരുന്നില്ല. അങ്ങനെയല്ല, അത് ആക്ച്വലി സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് അത് ഒരു ഷെയ്ഡ് മേടിച്ചു. അങ്ങനെയല്ല, അതെന്റെ മുഖത്തിന് ഭംഗിയില്ല, എനിക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഒരുമാതിരി കാറ്റൈസ് ആയിരുന്നു. അത് എന്റെ മുഖത്തിന് ഭംഗി ഉണ്ടായിരുന്നില്ല. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് മനസ്സിന്റെ കാര്യമല്ല. മനസ്സ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. അത് എന്റെ മുഖത്തിന് ഭംഗിയുണ്ട്. ഭംഗിയില്ലാത്തൊരു സാധനം വെച്ച് ആർക്കാനും ഉപയോഗമില്ലാണ്ടത് വെക്കുന്നതിന്റെ ആവശ്യം എന്താ? അതുകൊണ്ട് കറക്റ്റ് സമയം 7 ദിവസത്തെ ഒരു എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടായിരുന്നു, മീൻസ് എക്സ്ചേഞ്ച് പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പോയി ഞങ്ങൾ ഇത് മാറ്റി. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ട്രാഫിക് അത്യാവശ്യം കുറവായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് ഇബിൻ ബത്തൂത്ത മോളിലേക്ക് ഹാർഡ്ലി ഒരു 15-20 മിനിറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തി. 10 വർഷത്തിനിടയ്ക്ക് ആ കൂടി 2 തവണ ആദ്യത്തെ ഈ മോളിലേക്ക് വന്നിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പണ്ട് ഞങ്ങൾ പേരൻസായിട്ട് ഇവിടെ താമസിക്കുന്ന സമയത്ത് ഞാനും ഹാർഡ്ലി 1-2 തവണ ഇവിടെ വന്ന ഓർമ്മയുള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കി മോൾ അപേക്ഷിച്ച് ഈ മോളിലേക്ക് പോകാൻ എനിക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ആക്ച്വലി കുറേ കാലമായിട്ട് ഒരു ഷൂസ് മേടിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഒരു കൊളീഗ് സജസ്റ്റ് ചെയ്തു ഇവിടെ എന്തോ ഒരു ഷൂസിൻ്റെ ഒരു സെയിലോ എന്തോ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഓക്കെ ഫൈൻ, നമുക്കത് പോയി നോക്കാമെന്ന്. മെയിനായിട്ട് ആ ഒരു ഷോപ്പിംഗ് മാത്രമേ ആദ്യത്തിൻ്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വാഴ നനയുന്നതിൻ്റെ ഇടയ്ക്ക് ചീരയും നനയും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്കും വല്ലതും കൈതടയും എന്നുള്ളൊരു ഇൻട്രസ്റ്റിലാണ് ഞാൻ ഇത്രയും പുഷ് ചെയ്ത് ഇന്ന് തന്നെ ഇവിടേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. കല്യാണം കഴിഞ്ഞ് ഞാനിവിടെ സെറ്റിൽഡ് ആയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 years പ്ലസ് ആയി. പക്ഷെ ഞാനിപ്പോഴാണ് ഇബിൻ ബത്തൂത്തയിലോട്ട് ആദ്യത്തിൻ്റെ കൂടെ ഫസ്റ്റ് ടൈം വരുന്നത്. പണ്ട് അച്ഛൻ്റെ കൂടെ വന്ന ഓർമ്മ അവിടെ ഇവിടെ ഉണ്ട് എന്നല്ലാതെ എനിക്ക് വലിയൊരു പഴയതായിട്ട് ഈ മോൾ എങ്ങനെയുള്ളതെന്നുള്ള ഓർമ്മയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. മോളിൽ കയറിയപ്പോൾ ഫസ്റ്റ് കാണുന്നത് മിനിസോ ആയിരുന്നു. മിനിസോയിൽ ആക്ച്വലി ഞങ്ങൾക്ക് കയറിയിട്ട് അങ്ങനെ വാങ്ങിക്കാൻ പ്രത്യേകിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആദ്യത്തിനൊരു ഷൂ സ്റ്റോറേജ് റാക്ക് പോലത്തെ എന്തെങ്കിലും നോക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചുമ്മാ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. ഇവിടെ ഒരുപാട് നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളുണ്ട്. നമുക്ക് എന്തായാലും വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകണം തോന്നും. അപ്പോൾ അവിടെ കണ്ട ഒരു ഈ ക്യൂട്ട് പേഴ്സ് ഞാൻ എന്തായാലും വാങ്ങി കയ്യിലെടുത്തു. ഡ്രസ്സ് വാങ്ങാതെ ഒരിക്കലും ഷോപ്പിംഗ് കംപ്ലീറ്റ് ആവില്ലല്ലോ. ഡ്രസ്സ് എടുക്കലാണല്ലോ ഷോപ്പിങ്ങിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. പക്ഷേ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാര്യമായിട്ട് എനിക്കൊന്നും ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ ഡ്രസ്സ് ഞാൻ വേണ്ടാന്ന് വെച്ചു.
എനിക്ക് അടുത്ത ക്രേസ് ഉള്ളൊരു കാര്യമാണ് ബാഗ്സ്. അത് എത്രയുണ്ട് എൻ്റെ കബേർഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എവിടെ പുറത്ത് പോകുമ്പോൾ എൻ്റെ കണ്ണ് ആദ്യം പോകുന്നത് ബാഗിലോട്ടാണ്. അങ്ങനെ ഞാനിവിടെ സ്റ്റീവ് മേഡൻ്റെ ഒരു ബാഗ് കണ്ടു. എനിക്ക് കണ്ടിട്ട് രണ്ടും നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ വൈറ്റിനോടാണ് എനിക്ക് കൂടുതൽ പ്രിഫറൻസ് പോയത്. അപ്പോൾ ഞാനൊരു വൈറ്റ് ബാഗ് എടുത്തു. ഈ മന്തിൽ എൻ്റെ ഒരു അജണ്ടയായിരുന്നു ആക്ച്വലി ഷുഗർ കട്ട് ഡൗൺ ചെയ്യണമെന്ന്. ഞാൻ ആക്ച്വലി ഒരു 2 വീക്സ് ആയിട്ട് അത് ഫോളോ ചെയ്തുകൊണ്ടും വരുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് നമ്മളൊരിക്കലും ഷുഗർ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷുഗർ ചില മോഡറേറ്റ് എമൗണ്ട്സിൽ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ അത് ഹെൽത്തിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കില്ല എന്ന്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനതൊരു എന്താ പറയുക ചീറ്റ് ഡേ ആക്കി ഞാനൊരു ലോട്ടസ് ബിസ്കോഫിൻ്റെ ഐസ്ക്രീം മേടിച്ചു. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടം ഐസ്ക്രീം. അതുകൊണ്ട് തന്നെ എവിടെ പോകുമ്പോഴും എനിക്ക് ഐസ്ക്രീം കഴിക്കാനുള്ള ഒരു അവസരം ഞാൻ പാഴാക്കാറുണ്ടായിരുന്നില്ല. നമ്മൾ ഷോപ്പിങ്ങിന് മെയിനായിട്ട് വന്നത് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നല്ല നല്ല സെയിൽ നടക്കുന്നുണ്ട്. ഷൂസ്, ഡ്രസ്സസ്, അങ്ങനെ ഒരുപാട് കാര്യത്തിന് ഈ സെയിൽ നടക്കുന്നുണ്ട്. ബൈ 1 get 1 ഓഫർ ഉണ്ട്. പോരാതെ തന്നെ നല്ല പ്രൈസ് വേരിയൻസിന് നമുക്ക് കിട്ടും. അവിടെ നമ്മൾ പോയപ്പോഴാണ് അവർ പറയുന്നത് ഇത് ആക്ച്വലി May 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ഓഫറായിരുന്നു. May 30th വരെ ഇതുണ്ട്. നമ്മൾ പോയപ്പോൾ തന്നെ ഒരുപാട് നല്ല നല്ല ഷൂസ് നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല സൈസസ്. കാരണം കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല പീസസ് ഒക്കെ സോൾഡ് ഔട്ട് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ വേഗം വന്നിട്ട് ഈ ഷോപ്പ് നോക്കാം. സമയം ഓൾമോസ്റ്റ് ഒരു 3-3:30 ആയിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 8-8:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല പോലെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മോളിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ടർക്കിഷ് റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. റെസ്റ്റോറൻറ്റിൻ്റെ പേര് ആക്ച്വലി എനിക്ക് ഓർമ്മയില്ല എന്താണെന്ന്. ആദ്യത്തിന് മൊറോക്കൻ ടീ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ മൊറോക്കൻ ടീ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു മൊറോക്കൻ ടീയുടെ ഒരു പോട്ടും പിന്നെ ലഞ്ചിന് ഞങ്ങൾ ചിക്കൻ ബ്രസ്റ്റും പിന്നെ എന്തോ ഒരു റൈസും ആയിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. വിശക്കുന്നുണ്ടോന്നാണോന്നറിയില്ല. ഞങ്ങൾക്ക് ഫുഡ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നെന്ന് തോന്നിയില്ല. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞുള്ള അടുത്ത പ്ലാൻസ് എങ്ങനെയൊക്കെയായിരുന്നു എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ ഓടിക്കൊണ്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നതും പോകുന്നതും ആയിട്ടുള്ള ആൾക്കാരെ വായി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യത്തെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത്. ഞങ്ങൾക്ക് ഇന്ന് ഈവനിങ് ആക്ച്വലി ഒരു ഡിന്നർ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തിരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കണം എന്നാണ് പറയുന്നത്. എന്നാലേ നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ അത് എഫക്റ്റ് ആവുള്ളൂ എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവസാനം വന്ന മൊറോക്കൻ ടീയും ആസ്വദിച്ച് കുടിച്ച് ഇന്നത്തെ ഈ പരിപാടി ഇവിടുന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. നല്ല മൊറോക്കൻ ടീ ആയിരുന്നു. ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവിടുത്തെ ഒട്ടുമിക്ക ഷോപ്പിംഗ് കഴിഞ്ഞു. ആദ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഷോപ്പിങ്ങിന് മെയിനായിട്ട് വന്നത്. പക്ഷേ ഒട്ടുമിക്ക സാധനങ്ങളും വാങ്ങിയത് ഞാനാണ് ആസ് യൂഷ്വൽ. അതിൽ സങ്കടമുണ്ടോ? സന്തോഷം മാത്രം. എന്ത് ചോദിച്ചാലും വാങ്ങിത്തരുന്നൊരു പാവപ്പെട്ട ഭർത്താവാണ് എൻ്റെത്. ആ ഭാഗം ഞാൻ കട്ട് ചെയ്തിരുന്നു നിൽക്കും. അല്ല, ഇനി നമ്മൾ ഇവിടുന്ന് തന്നെ ലഞ്ചും കഴിച്ചു. ഇനി കാർ വാഷിന് പോകണമെന്നുണ്ട്. പക്ഷെ ഭയങ്കര ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസഹിക്കബിൾ ചൂട്. പക്ഷെ എന്തായാലും കുറച്ച് ദിവസമായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു കാർ വാഷും കൂടി. അപ്പോൾ എന്തായാലും അതും കൂടി കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകണം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. എന്നിട്ട് രാത്രി വീണ്ടും എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ ഒരു ഡിന്നർ ഗെറ്റ് ടുഗെദർ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ബാക്കിയുള്ള പരിപാടികൾ അവിടെയാണ്. വീക്കെൻഡ് ആകുമ്പോൾ എവിടെ ഇല്ലാത്ത തിരക്കാണ് കാർ വാഷ് സെൻറ്ററിൽ. ഞങ്ങൾ ഇനീഷ്യലി മോളിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കാർ വാഷ് സെൻറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബർഷയിലെ തിരക്ക് കുറയുമെന്ന് വിചാരിച്ചു പോയി. പക്ഷെ അവിടെയും കാര്യമായ തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് എന്തായാലും കാർ വാഷ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കട്ട പോസ്റ്റായിരുന്നു, നല്ല വെയിലും. ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് സമയം കളയാമെന്നുള്ള ഒരു തോട്ടിലായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ക്ലോസ് ടു 1 hour അവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്നു. നല്ല ബോറടിയായിരുന്നു. കട്ട പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കട്ട പോസ്റ്റായിരുന്നു. സമയം എങ്ങനെയെങ്കിലും തള്ളി നീക്കണ്ടേന്ന് വിചാരിച്ചു. ഞങ്ങൾ വിചാരിച്ചു എന്നാൽ തംബ് റെസ്ലിംഗ് ചെയ്യാമെന്ന്. സ്വാഭാവികമായും ഞാൻ തോറ്റു ആസ് യൂഷ്വൽ. എനിക്ക് പരാതിയില്ല. പക്ഷേ അങ്ങനെ കാത്തിരിപ്പിൻ്റെ അവസാനമായി ഞങ്ങളുടെ കാർ വാഷിൻ്റെ ടേൺ ആയിരുന്നു. കാർ അവിടെ ഇട്ട് ഞങ്ങളവിടെ വെയിറ്റിംഗ് റൂമിൽ പോയി കുറച്ച് നേരം ഇരുന്നു. ഹാർഡ്ലി ഒരു 30-35 minutes എടുത്തിട്ടുണ്ടായിരുന്നു. കഴുകി നല്ല കുട്ടപ്പനായി ഞങ്ങളുടെ സുപ്രക്കുട്ടൻ വന്നു. ഇനി നേരെ വീട്ടിൽ പോകണം, റെസ്റ്റ് എടുക്കണം. ഈ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ദിവസം നല്ല പോലെ ടയേർഡായി.
അങ്ങനെ ഷോപ്പിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇപ്പം സമയം 6:20, 1 മണിക്ക് നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി പോയി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം, എന്നിട്ട് വീണ്ടും രാത്രി പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു വീക്കെൻഡ് അപാരത എന്നൊക്കെ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ചുരുൾസ്.